കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നിട്ട് ജിൻഡോയുടെ അടുത്ത് ചോദിച്ച ചോദ്യം, ഇവിടെ തോൾ ചേർന്ന് കരയാനായിട്ട് ആരുമില്ലേ ജിൻഡോനെ എന്നാണ്. ജിൻഡോ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇല്ല, ഞാൻ മുമ്പെല്ലാം പറഞ്ഞിരുന്നത് ജാൻമണിയുടെ അടുത്തായിരുന്നു. ഇപ്പോഴെനിക്ക് ആരും അങ്ങനെയില്ല. എന്നിരുന്നാൽ പോലും ഞാൻ ചിലരുടെ അടുത്തൊക്കെ പോകുന്നുണ്ട്, എൻ്റെ വിഷമങ്ങൾ പറയുന്നുണ്ട്, അവരത് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ലാലേട്ടൻ അവിടെ കൺഫെഷൻ റൂമിലേക്ക് ജിൻഡോയെ വിട്ടത്. അവിടെ ചെന്ന് ജിൻഡോയ്ക്ക് പറയാനുള്ളതെല്ലാം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ ചെല്ലുന്ന സമയത്ത് അവിടെ മൂടിക്കെട്ടിയ ഒരു രൂപമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒന്നും കാണാത്ത, അതായത് ഫുള്ള് ബ്ലാക്ക് ഇതുകൊണ്ട് മറച്ചൊരാൾ അവിടെ ഇരിക്കുകയാണ്. ജിൻഡോ അവിടെ ചെന്നിരുന്നു. ജിൻഡോയ്ക്ക് പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് ജിൻഡോ അവിടെ ഉള്ളിലുള്ള വിഷമങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ജയിക്കണമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് വന്നത്. ജയിക്കാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എത്ര വേണമെങ്കിലും വിഷമിക്കാനും സഹിക്കാനും ഒക്കെ ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാനിവിടെ ഏഷ്യനെറ്റിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ ആരെയും ഉപദ്രവിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആരെയും അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഫിസിക്കൽ ടാസ്ക് വരുന്ന സമയത്ത് ഞാനൊന്നും തിരിച്ച് ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് എന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. ഞാൻ തിരിച്ച് ചെയ്യില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് വിഷമവുമാകുന്നുണ്ട്. പക്ഷെ ഞാൻ തിരിച്ച് ചെയ്യില്ല. പക്ഷെ അതവർ എന്നെ ഉപയോഗിക്കുന്നുണ്ടോ, ഞാൻ തിരിച്ച് ചെയ്യില്ല എന്നറിയാവുന്നത് കൊണ്ട് അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലുള്ള വിഷമം ജിൻഡോ തുറന്നു പറഞ്ഞതാകാം ചിലപ്പോൾ ഇതെന്തായാലും വീക്കെൻഡ് എപ്പിസോഡാണ്. ഇതെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തുമെന്ന് അറിയാവുന്ന ജിൻഡോ അതൊരു ഗെയിമായിട്ട് യൂസ് ചെയ്തതുമാവാം. രണ്ടാണെങ്കിലും ജിൻഡോയുടെ ബുദ്ധി എന്നേ നമുക്കിതിന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതിൽ ജിൻഡോയ്ക്ക് ഒരുപാട് വിഷമായിട്ട് ജിൻഡോ അവിടെ കരഞ്ഞു പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ജിൻഡോയുടെ മനസ്സിലുള്ള വിഷമമാണ് അവിടെ നമുക്ക് പുറത്തു കാണാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ അവിടെ ഒരു ഗെയിമായിട്ടാണ് ആ ഒരു സ്ഥലം അല്ലെങ്കിൽ കിട്ടിയ ആ സ്പേസ് ഉപയോഗിച്ചതെങ്കിൽ അതും ജിൻഡോയുടെ വലിയൊരു ഗെയിമറെയാണ് നമുക്ക് എടുത്തു കാണിക്കുന്നത്. തീർച്ചയായും അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തുമെന്ന് ജിൻഡോയ്ക്ക് നന്നായിട്ടറിയാം. കിട്ടിയ സ്പേസ് വളരെ നന്നായി ഉപയോഗിച്ചു ജിൻഡോ എന്ന് വേണം പറയാൻ. എന്തായാലും ജിൻഡോയുടെ ഗെയിം വളരെ നന്നായി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.